ഓം ശാന്തി. ഇന്നത്തെ നമ്മുടെ പുരുഷാർത്ഥം പ്രാക്ടീസ് അന്തർമുഖതയുടെ ഗുണത്തിലൂടെ ശാന്തിയുടെ ശക്തിയുടെ അനുഭവം. ആദ്യം നമ്മൾ അന്തർമുഖതയുടെ ഗുഹയിലിരിക്കണം. അന്തർമുഖതയുടെ ഗുഹ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മനിരീക്ഷണം ചെയ്യുക, തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മപരിശോധന നടത്തുക, ബാഹ്യമായ കാര്യങ്ങൾ, അതിൻ്റെ പ്രഭാവം എല്ലാത്തിൽ നിന്നും വേറിട്ടിരുന്ന് മനസ്സിൻ്റെ ലോകത്തിലേക്ക് പോവുക, മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ മമ്മയുടെ ഏറ്റവും വലിയ വിശേഷണം ഇതായിരുന്നു. മമ്മ എപ്പോഴും തൻ്റെ മനസ്സിനെ വളരെ സ്ഥിരവും ശാന്തവുമാക്കി വെച്ചിരുന്നു. ബാഹ്യമായ യാതൊരു തരത്തിലുള്ള ആകർഷണങ്ങളോ ചിന്തകളോ മമ്മയുടെ മനസ്സിനെ അലട്ടിയിരുന്നില്ല. ഉദാഹരണത്തിന്, ചില വിദ്യാർത്ഥികൾ പരീക്ഷാ സമയത്ത് പഠനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചുറ്റും എത്ര തന്നെ ശബ്ദമുഖരിതമായ സാഹചര്യം വന്നാലും അവർ മനഃപൂർവ്വം അതിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അതിൽ ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ ശബ്ദകോലാഹലങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതിനെയാണ് അന്തർമുഖത എന്ന് പറയുന്നത്. മമ്മയും ഓരോ കാര്യത്തിലും സ്വയം ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. രണ്ടാമതായി, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാക്കുകളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരിക, അതായത് സ്പീച്ച് കൺട്രോൾ. മമ്മ എപ്പോഴും തൻ്റെ വാക്കിൻ്റെ മേൽ അത്രയധികം നിയന്ത്രണം വെച്ചിരുന്നു. ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും സംസാരിച്ചിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? അധികം സംസാരിക്കാതിരിക്കുക, വ്യർത്ഥമായി സംസാരിക്കാതിരിക്കുക, കടുവചനങ്ങൾ പറയാതിരിക്കുക. നിയമമാണല്ലോ, കം ബോൽന മീഠ ബോൽന ധീര ബോൽന. മിതമായി സംസാരിക്കൂ, മൃദുവായി സംസാരിക്കൂ, മധുരമായി സംസാരിക്കൂ. അങ്ങനെയുള്ള സംയമനം നമ്മുടെ മനസ്സിനെ പോലും ശാന്തമാക്കി തരും. വാക്കുകളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അത് സ്വാഭാവികമായും മനസ്സിനെയും സ്വാധീനിക്കും. ഉദാഹരണത്തിന്, ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ചില ആളുകൾ വളരെ ദേഷ്യത്തോടുകൂടി ഒച്ചയുണ്ടാക്കി സംസാരിക്കും. മറ്റൊരു വ്യക്തി അതേ സ്ഥാനത്ത് ശാന്തമായിരുന്നു കൊണ്ട് ഉത്തരം കൊടുക്കും. ഇങ്ങനെ തൻ്റെ വാക്കുകളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇതിനെയാണ്. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ വന്നിട്ട് നമ്മുടെ ശബ്ദം ഉയരാതിരിക്കാൻ ശ്രമിക്കുക. മമ്മ എപ്പോഴും പറയുമായിരുന്നു, ആരോടും ദേഷ്യത്തോടെ സംസാരിക്കരുത്, പെട്ടെന്ന് പ്രതികരിക്കരുത്. ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ മമ്മയായിരുന്നു. അടുത്തതായി നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മഹാമന്ത്രം: മിതമായി സംസാരിക്കൂ, മൃദുവായി സംസാരിക്കൂ, മധുരമായി സംസാരിക്കൂ. ഈ 3 ഗുണങ്ങൾ വിശേഷിച്ചും നമുക്ക് മമ്മയുടെ വാക്കുകൾ കാണാമായിരുന്നു. മിതമായി സംസാരിക്കൂ എന്ന് പറയുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നാണ്. പതുക്കെ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ ശാന്തമായ സ്വരത്തിൽ ആ അന്തരീക്ഷത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ സംസാരിക്കും. അടുത്തിരിക്കുന്നവർ കേൾക്കാൻ പറ്റുമോ എന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ പതുക്കെ എന്ന് പറഞ്ഞാൽ സാവധാനം, നിർത്തി നിർത്തി സംസാരിക്കും. മൂന്നാമതായി, മധുരമായ സംഭാഷണം. അതായത് നമ്മൾ എന്ത് വാക്കാണോ ഉച്ചരിക്കുന്നത് ആ ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായിരിക്കണം, അവർക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യണം. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ നിന്ദിച്ചു നിരിക്കട്ടെ, കളിയാക്കുന്നു, പരിഹസിക്കുന്നു. അപ്പോൾ അവരുമായി നമ്മൾ വാദപ്രതിവാദത്തിന് പോകുന്നതിന് പകരം ആ സമയത്ത് അവരെ അടിച്ചമർത്തിന് പകരം സ്നേഹത്തോട് പറഞ്ഞു കൊടുക്കും, കാര്യം എന്തുമായിക്കൊള്ളട്ടെ, തെറ്റുപറ്റി, സാരമില്ല, ഇനി അങ്ങനെ സംഭവിക്കാതെ നോക്കുക. നമുക്കറിയാം, ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അറിയാതെ പ്രതികരിക്കും. ആ സമയത്ത് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം, അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യില്ലല്ലോ പൊതുവെ സാധാരണമായിട്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുക, ഇനി അങ്ങനെ ആവർത്തിക്കരുത്, അങ്ങനെ പാടില്ല. ഇങ്ങനെ ഒരു മധുരമായ ശബ്ദത്തോടു കൂടി പറഞ്ഞു കൊടുത്താൽ ആ തെറ്റുപറ്റിയ ആത്മാവിന്
വീണ്ടും അത് തിരുത്താനുള്ള ഒരു ശക്തിയാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു തിരിച്ചറിവാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ വാക്കുകളെ മാനിക്കപ്പെടുകയും വീണ്ടും അവർ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യും. നമ്മുടെ മമ്മയിൽ ഈ ഒരു വിശേഷത വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട്, ഈ ഒരു മന്ത്രത്തിലൂടെ ശാന്തിയുടെ ശക്തി നമുക്ക് സമ്പാദിക്കാൻ കഴിയും. അന്തർമുഖതയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വാക്കുകളുടെ മേലുള്ള കൺട്രോളിങ്, ആ മന്ത്രത്തെ എത്രത്തോളം നമ്മൾ പ്രാക്ടിക്കലാക്കുന്നോ അത്രയും ശാന്തിയുടെ ശക്തി നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. വാക്കുകളിൽ സംയമനം പാലിക്കുക, അന്തർമുഖത നിലനിർത്തുക, മധുരമായ വ്യവഹാരം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പതുക്കെ പതുക്കെ ശാന്തിയുടെ ശക്തി നിറച്ചുകൊണ്ടിരിക്കും. ഈ ശക്തി ഏതൊരു സാഹചര്യത്തിലും, പ്രതികൂല സാഹചര്യത്തിലും ഒരു സന്തുലന അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഏതൊരു പ്രശ്നങ്ങൾക്കും ശരിയായി തീരുമാനമെടുക്കാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. ഉദാഹരണമായിട്ട് നമുക്കറിയാം അല്ലെ, ഒരു കുടത്തിലെ ജലം ദിവസം അതിങ്ങനെ കുറേശ്ശെ നിറഞ്ഞിട്ടിരിക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം അത് പൂർണ്ണമായിട്ടും നിറഞ്ഞു തീരും. ഒന്നിച്ച് നിറയ്ക്കുന്നില്ല, പതുക്കെ പതുക്കെ. അതുപോലെ നമ്മളും കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എന്താണോ അകത്തേക്ക് ഇടുന്നത് അതൊരിക്കലും ഖാലിയായി പോകില്ല, ഒലിച്ചു പോകില്ല. എവിടെയാണോ നിറയ്ക്കുന്നത് അത് അവിടെ കിടക്കും. അവസാനം അത് അതിൻ്റെ നിറവിൻ്റെ പൂർണ്ണതയുടെ അവസ്ഥയിൽ എത്തിച്ചേരും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ് വിത്ത് ഈസി. ശാന്തിയുടെ ശക്തിയെ നമ്മൾ സ്വായത്തമാക്കുന്നതിലൂടെ ഏതൊരു സാഹചര്യത്തെയും നമുക്ക് വളരെ സഹജമായിട്ട് അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കും. നമുക്കറിയാം, ജീവിതത്തിൽ അനേക തരത്തിലുള്ള വിഘ്നങ്ങൾ, സമസ്യകളൊക്കെ വരും. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യ സംബന്ധമായ വിഷയമായിരിക്കാം, ചിലപ്പോൾ സംബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഉലച്ചിലുകളായിരിക്കാം, മറ്റുള്ളവരുമായിട്ടുള്ള ചിന്താക്കുഴപ്പങ്ങളായിരിക്കാം, ആശയവിനിമയത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളായിരിക്കാം. പക്ഷെ ഈ സമയത്തെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയുടെ ശക്തി സഹജമായി തന്നെ അതിനെയെല്ലാം അതിജീവിച്ച് മുൻപോട്ട് പോകാനും, പെട്ടെന്ന് പ്രതികരിക്കാതെ, നമുക്ക് ടെൻഷൻ ഇല്ലാതെ, നമുക്ക് അധികം എഫർട്ട് എടുക്കാതെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം സ്വാഭാവികമായി തന്നെ പരിഹാരമുണ്ടാവും. അമ്മയ്ക്ക് എത്ര വലിയൊരു രോഗമുണ്ടായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ മുഖത്ത് ആ രോഗമുള്ളതായിട്ടോ അതിൻ്റെ പെയിനോ ഫീൽ ചെയ്തിരുന്നോ? അപ്പൊ നമ്മൾ കൊതു കുത്തുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി അറിയാം അല്ലേ, പെട്ടെന്ന് നമ്മുടെ പേശികളൊക്കെ എന്താ കൊതു കുത്തി അല്ലേ, മുഖത്ത് പെട്ടെന്ന് നമ്മുടെ പേശികൾക്ക് എക്സ്പ്രഷൻ ഉണ്ടാവും. അമ്മ ആ പെയിൻ എടുക്കുന്ന സമയത്ത് പോലും അമ്മയുടെ മുഖത്ത് അങ്ങനെ അസുഖമെന്ന് ആർക്കും തോന്നുകയുണ്ടായിരുന്നില്ല. ചിരിച്ചുകൊണ്ടേയിരുന്നു. അമ്മ ആരോടും പറഞ്ഞില്ല എനിക്ക് പെയിൻ ഉണ്ട്, ആരോടും പറഞ്ഞില്ല. അങ്ങനെ അത്രയധികം മനസ്സുകൊണ്ട് സശക്തമായ ഒരു മാനസികാവസ്ഥ ഉടമയായിരുന്നു അമ്മ. ഏത് പ്രശ്നങ്ങൾക്കും സഹജമായ പരിഹാരമാണ് ശാന്തിയുടെ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പറയുന്ന ചില കാര്യങ്ങളിൽ തികച്ചും അഭ്യാസം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് ആത്മനിരീക്ഷണം, അന്തർമുഖത. 2 വാക്കുകളിൽ സംയമനം. 3 മധുരമായ സംയമനവും അതുപോലെ വ്യവഹാരവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ശാന്തിയുടെ ശക്തി സംഭരിക്കപ്പെടുകയും അതിലൂടെ നമ്മുടെ ദിനചര്യയിലും നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകള്, ടെൻഷനുകള്, മാനസിക ശാന്തി, ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതൊക്കെ വരില്ല എന്നല്ല, വരും. ഇതൊക്കെ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ശക്തിയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക. നമുക്കറിയാം, ഓഫീസിൽ ചില നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. അവർ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, കംപ്ലൈന്റ് പറയുക, അതൊക്കെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. പെട്ടെന്ന് നമ്മൾ എടുത്തടിച്ച് മറുപടി പറയും. അപ്പൊ എന്തു പറയും? അങ്ങനെ വന്നാൽ അതോടുകൂടി നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നു. ആ സമയത്ത് അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാതെ ശാന്തിയോടുകൂടി അവരോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മളുടെ മഹത്വം വർദ്ധിക്കും, നമ്മുടെ മാനം വർദ്ധിക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം കണ്ടെത്താൻ സാധിക്കും. പെട്ടെന്ന് പ്രതികരിച്ചത് കൊണ്ടോ വഴക്കിട്ടത് കൊണ്ടോ ഒരിക്കലും നമ്മുടെ ഒരു പ്രോബ്ലങ്ങൾക്കും ശാശ്വതമായ സൊല്യൂഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസിന്റെ സാരാംശം എന്താണ്? മമ്മ എന്നൊരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചതാണ്.
വെറും കഥയല്ല, അനുഭവത്തിൽ നിന്നും നമ്മൾ കണ്ടുപഠിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് മമ്മ. ആത്മസംയമനം എങ്ങനെ പാലിച്ചു, അന്തർമുഖത എങ്ങനെ നിലനിർത്തി, ശാന്തിയുടെ ശക്തി എങ്ങനെ ആർജിച്ചു, ഇതെല്ലാം കണ്ടുപഠിക്കുവാൻ ഈ ബ്രാഹ്മണ പരിവാരത്തിൽ നമുക്ക് മുൻപിലുള്ള നല്ലൊരു റോൾ മോഡലാണ് മമ്മ. അതുകൊണ്ട് മമ്മയുടെ ഈ അവ്യക്ത മാസത്തില് നമ്മളെല്ലാവരും മമ്മയെ പോലെ ആകുന്നതിന് വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യും. ഓം ശാന്തി.